എറണാകുളം കോതമംഗലം അടിവാട് ഫുട്ബോൾ മത്സരത്തിനിടെ താൽക്കാലിക ഗാലറി തകർന്നു വീണ 50 പേർക്ക് പരിക്കേറ്റു. മഴയിൽ ഗാലറിയുടെ കാലുകൾ മണ്ണിൽ പൊതിഞ്ഞതിനെ തുടർന്നാണ് അപകടം. 3000-ലധികം പേരാണ് മത്സരം കാണാൻ എത്തിയിരുന്നത്. ആരുടെയും നില ഗുരുതരമല്ല. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, മതിയായ സുരക്ഷാ സജ്ജീകരണങ്ങളില്ലായിരുന്നു. 3000-ഓളം പേരെത്തുക എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് ബലം വേണം ഈ ഗാലറിക്ക്. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? ശ്രീജ, ഇന്നലെ രാത്രിയായിരുന്നു ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ സംഘടിപ്പിച്ചിരുന്നത്. ഇവിടേക്കാണ് ഒരു ഗാലറി, താൽക്കാലികമായിട്ടുള്ളൊരു ഗാലറി പണിതത്. പക്ഷേ ആ ഗാലറിയിൽ മഴ പെയ്ത് മണ്ണ് കുതിർന്നു കിടന്നതിനാൽ അതിൻ്റെ കാലുകൾ, നാട്ടിയിരുന്ന കാലുകളിൽ പുതഞ്ഞ്, മണ്ണിൽ പുതഞ്ഞ് ഈ ഗാലറി തകർന്നു വീഴുകയായിരുന്നു. 50-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം. ആരുടെയും നില ഗുരുതരമല്ല. ഇതിൽ 3 പേർ മാത്രമേ ഇപ്പോഴും ആശുപത്രിയിൽ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെയൊക്കെ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവരുടെ വലിയൊരു അപകടത്തിൽ നിന്നും ഇവരെയൊക്കെ രക്ഷിച്ചത്. നാട്ടുകാരെല്ലാം കൃത്യമായി ഇടപെട്ട് ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇത് അടിവാട് മാലിക് ദിനാർ സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു ഈ അപകടമുണ്ടായത്. ഹീറോ യങ് എന്ന ക്ലബ്ബാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. കുറേ വർഷങ്ങളായി ക്ലബിൻ്റെ നേതൃത്വത്തിൽ അവിടെ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നതാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ആരും പറയുന്നില്ല. എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഈ ക്ലബ്ബ് അംഗങ്ങൾക്കെതിരെ, ഭാരവാഹികൾക്കെതിരെ. ഇത്തരത്തിൽ അശാസ്ത്രീയമായ ഈ ഗ്രൗണ്ട്, ഈ ഗാലറി നിർമ്മാണത്തിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ ഗാലറി നിർമ്മിച്ച ആളുകളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ ഗാലറി സ്ഥിരമായി നിർമ്മിക്കുന്നവർ തന്നെയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇവർക്കെതിരെയും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ മണ്ണ് കുതിർന്ന് കിടക്കുന്നത്, മഴ വന്ന് നനഞ്ഞു കിടന്നതിനാലാണ് ഈ തൂണുകൾ, കമ്പിത്തൂണുകളായിരുന്നു, അത് ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് ആളുകൾക്ക് അപകടമുണ്ടായത്. ഈ താഴെ ഇരുന്നവരുടെ മുകളിലേക്കൊക്കെ ആളുകൾ വീഴുന്നതാണ് ഈ അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയത്. എന്തായാലും കൃത്യസമയത്തുള്ള രക്ഷാപ്രവർത്തനമാണ് വലിയ അപകടങ്ങളിൽ നിന്നും ഇവരെയൊക്കെ രക്ഷിച്ചത്. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത്.